നമസ്കാരം. ഡെന്നിസ് ടോക്സിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പമുള്ളത് പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകനും അഡ്വക്കേറ്റ് വർഗീസ് വാമൻ സാറാണ്. സാറിൻ്റെ വിശേഷങ്ങൾ സാർ, നമ്മുടെ UDF സർക്കാർ വരുന്ന ഇലക്ഷനിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ സംസ്ഥാനത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് തിരുവല്ലയിൽ? UDF സർക്കാർ ഒരു പുതുയുഗ കേരളത്തിനാണ് രൂപം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിൻ്റെ സമഗ്ര വികസനത്തെക്കുറിച്ച് ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, തൊഴിൽ രംഗത്ത് സമൂലമായ ഒരു മാറ്റം UDF കേരളത്തിൽ കൊണ്ടുവരും. UDFിൻ്റെ എല്ലാ വികസന പദ്ധതികളും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടുള്ള വികസന പദ്ധതികൾക്കാണ് രൂപം കൊടുക്കുന്നത്. UDFിൻ്റെ മാനിഫെസ്റ്റോ വരുന്ന ദിവസങ്ങളിൽ പുറത്തിറങ്ങും. തിരുവല്ലയെ സംബന്ധിച്ചിടത്തോളം തിരുവല്ലയുടെ സമഗ്ര വികസനത്തിന് തിരുവല്ലയെ ഒരു സ്മാർട്ട് തിരുവല്ല ആക്കുകയാണ് UDFിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള ഞങ്ങളുടെ പ്രയാണത്തിൽ കേവലം കെട്ടിടങ്ങളുടെ നിർമ്മാണമല്ല ഒരു നാടിൻ്റെ വികസനം. ഞങ്ങൾ ഈ നാടിൻ്റെ വികസനത്തെ കാണുന്നത് തിരുവല്ല എന്ന് പറയുന്നത് തിരുവല്ല പട്ടണവും അപ്പർ കുട്ടനാട് കാർഷിക മേഖല, നിരണം, കടപ്പുറ, നെടുമ്പ്രം, പെരിങ്ങര ഉൾപ്പെടുന്ന കാർഷിക മേഖല, അതുപോലെ തന്നെ മല്ലപ്പള്ളി, കല്ലുപ്പാറ, കുന്നത്താനം, പുറമറ്റം, കവിയൂർ ഉൾപ്പെടുന്ന കിഴക്കൻ മേഖല, ഇവരുടെ ഒരു സംയോജിച്ചുള്ളൊരു വികസനമാണ് നമ്മുടെ ആവശ്യം. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പരാതി കഴിഞ്ഞ 20 വർഷക്കാലമായി തിരുവല്ല ഒരു വികസന മുരടിപ്പിലൂടെ കടന്നു പോവുകയാണ്. തിരുവല്ലയ്ക്ക് ഒരു മാറ്റം വേണം എന്നാണ് തിരുവല്ലയിലെ എല്ലാ വിഭാഗം ജനങ്ങളും ആഗ്രഹിക്കുന്നത്. തീർച്ചയായും മാറ്റത്തിനോടൊപ്പം ഐക്യ ജനാധിപത്യ മുന്നണി ഈ നാട്ടിലെ ജനങ്ങളുടെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കാൻ അവരോടൊപ്പം ഉണ്ടാവും. കേവലം തിരുവല്ല പട്ടണത്തിൽ എന്തെങ്കിലും വികസനമുണ്ടെന്ന് വരുത്തുകയല്ല ഞങ്ങളുടെ ലക്ഷ്യം. മല്ലപ്പള്ളിയിലും ആനിക്കാട്ടും കല്ലുപ്പാറയിലും ഒക്കെയുള്ള നമ്മുടെ ജനങ്ങൾ ഒട്ടനവധി ആവശ്യങ്ങളുമായി വരുന്നത്, പ്രത്യേകിച്ച് ശുദ്ധജല വിതരണ പദ്ധതി. മല്ലപ്പള്ളിക്കും ആനിക്കാടിനും കോട്ടാങ്ങലിനും വേണ്ടി ഒരു ശുദ്ധജല പദ്ധതി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ PJ ജോസഫ് സാറ് ജലസേചന വകുപ്പ് മന്ത്രിയായി നടപ്പിലാക്കിയൊരു പദ്ധതിയുണ്ട്. അത് ഇന്നും പൂർത്തീകരിക്കാൻ കമ്മീഷൻ ചെയ്യാതെ കിടക്കുകയാണ്. അതുപോലെ തന്നെ ഗ്രാമീണ റോഡുകളുടെ കാര്യത്തിലായിക്കോട്ടെ ശരി, ആ മേഖലകളിലുള്ള ജനങ്ങളുടെ വൈവിധ്യമുണ്ട്. മല്ലപ്പള്ളി KSRTC ബസ് സ്റ്റാൻഡ്, ഈ കാര്യങ്ങളിലൊക്കെ വലിയ അവഗണനയാണ് ആ പ്രദേശം, പഴയ കല്ലുപ്പാറ നിയോജകമണ്ഡലത്തിലും തിരുവല്ലയിൽ ചേർന്ന 5 പഞ്ചായത്തുകൾ നേരിടുന്നത്. ഒരു കാരണവശാലും ഇനി അവർക്കൊരു അവഗണന UDF സർക്കാർ വന്നാൽ ഉണ്ടാവത്തില്ല. അവരും തിരുവല്ലയുടെ ഭാഗമായി ചേർത്ത് പിടിക്കും. തിരുവല്ല പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ ജനങ്ങളുടെ ആവശ്യം തിരുവല്ല പബ്ലിക് സ്റ്റേഡിയമാണ്. ഈ പബ്ലിക് സ്റ്റേഡിയം തിരുവല്ല നഗരസഭയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. പക്ഷേ ഈ സ്റ്റേഡിയം നിർമ്മാണത്തിന് നാളെ വരെ സംസ്ഥാന സർക്കാർ 1 രൂപ നൽകിയിട്ടില്ല. ഇതോടൊപ്പം തന്നെയുള്ള പാല അടക്കമുള്ള മറ്റു പല പട്ടണങ്ങളിലെയും നിയോജകമണ്ഡലങ്ങളിലെയും സ്റ്റേഡിയത്തിനൊക്കെ കോടിക്കണക്കിന് രൂപ ഈ കഴിഞ്ഞ 3-4-5 വർഷത്തെ ബഡ്ജറ്റിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് തിരുവല്ലയ്ക്ക് നേടിയെടുക്കാൻ കഴിയാതിരുന്നത് കാലാകാലങ്ങളിലെ ജനപ്രതിനിധികളുടെ തികഞ്ഞ പരാജയമാണ്. അതിന് തീർച്ചയായിട്ടും ഒരു പരിഹാരം ഉണ്ടാവും. അതുപോലെ തന്നെ തിരുവല്ല ബൈപ്പാസ് ശ്രീ മാമൻ മത്തായിയുടെ കാലത്ത് അലൈൻമെന്റ് നടത്തി അത് അക്വിസിഷൻ നടത്തിയാണ്. പക്ഷെ പിന്നീട് നടപ്പിലാക്കിയത് കഴിഞ്ഞ 10-15 വർഷക്കാലമാണ്. അവിടെ ഒരു ദീർഘവീക്ഷണമില്ലായ്മയായിരുന്നു. ഒന്നിൽ ഇത് അണ്ടർപാസ്സായി പോകുമായിരുന്നു, അല്ലെങ്കിൽ ഇത് ഫ്ലൈ ഓവറായി പോകുമായിരുന്നു. ജനങ്ങൾക്ക് ഇന്ന് യാത്ര ചെയ്യുന്നതിനൊരു വലിയ ബുദ്ധിമുട്ടാണ്. സമയമാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് അത് ദൂരീകരിക്കുന്നതിന് കാരണം ഞങ്ങളൊരു KSRTC സമുച്ചയം ഉണ്ടാക്കി കോടിക്കണക്കിന് രൂപ സംസ്ഥാന ഖജനാവിൽ നിന്നും ചെലവഴിച്ചതാണ്. അതിൻ്റെ 30-35% മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. 1 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കെട്ടിടത്തിൻ്റെ 30-35,000 സ്ക്വയർ ഫീറ്റ് ബാക്കി അവിടെ ശൂന്യമായി കിടക്കും. അതെങ്ങനെ ഉപയുക്തമാക്കാം, അതിൻ്റെ ന്യൂനതകൾ പരിഹരിച്ച് ക്രിയാത്മകമായി അതിനെയും ജനങ്ങൾക്ക് പ്രയോജനപ്രദമായി നടപ്പിലാക്കാം. അതുപോലെ കാർഷിക മേഖല, നമ്മുടെ നെൽകർഷകരെ കൃഷി ഇട്ടേച്ചു പോകുന്ന സ്ഥിതിയാണ്. പെരിങ്ങരയിലും കടപ്പുറയിലും നിരണത്തും നെടുമ്പുറത്തുമുള്ള അപ്പർ കുട്ടനാട് കൃഷിക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വളം സബ്സിഡി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി, അവർക്ക് പമ്പിംഗ് സബ്സിഡി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി, അവർക്ക് സൗജന്യ വിത്തുകൾ നൽകിക്കൊണ്ട് കൃഷിക്കാരെ കൃഷിയിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മുടെ നാടിൻ്റെ സമ്പത്തിൻ്റെ അടിസ്ഥാനം തന്നെ കർഷകരാണ്. അതുകൊണ്ട് കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയം ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ടാവും. ഇതെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വികസനമാണ് UDF സ്വപ്നം കാണുന്നത്. തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ ഈ നാട്ടിൽ നിന്നും കുടിയേറുകയാണ്. കുടിയേറ്റത്തിൻ്റെ നാടായി തിരുവല്ല മാറുകയാണ്. ഈ മൈഗ്രേഷൻ നമ്മൾ അവസാനിപ്പിക്കും. തിരുവല്ലയിൽ തന്നെ വലിയ സർക്കാർ സമുച്ചയങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പമ്പ റിവർ ഫാക്ടറിയുടെ 100 ഏക്കറിനടുത്ത സ്ഥലം പാഴും ശൂന്യമായി കിടക്കുകയാണ്. അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് 10 വർഷമായി ഒരു ഗവൺമെന്റ് ഭരിക്കുകയാണ്. ജനപ്രതിനിധി 20 വർഷമായി. ഒരു ചെറുവിളവിൽ വിലക്കിട്ടില്ല. ട്രാക്കോ കേബിൾ ഫാക്ടറി ഇന്ന് പൂട്ടുന്ന അവസ്ഥയിലാണ്. നിലവിലുണ്ടായിരുന്ന വ്യവസായ സ്ഥാപനങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയും IT പാർക്ക് അടക്കമുള്ള പുതിയ തൊഴിൽ സാധ്യതകൾ തിരുവല്ലയിൽ കൊണ്ടുവന്നുകൊണ്ട് തിരുവല്ലയെ കേരളത്തിൻ്റെ ഒരു IT ഹബും ഒരു എഡ്യൂക്കേഷൻ ഹബും ആക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാവപ്പെട്ടവരുടെ ചികിത്സയുടെ ഏറ്റവും വലിയ പ്രശ്നമാണ്. 2 മെഡിക്കൽ കോളേജുകളുണ്ട്, പക്ഷെങ്കിൽ ചികിത്സാ ചെലവ് വർദ്ധിച്ചു വരികയാണ്. തിരുവല്ല താലൂക്ക് ആശുപത്രി പാവങ്ങളുടെ ഏക ആശ്രയമാണ്. ആ താലൂക്ക് ആശുപത്രിയെ ഒരു മെഡിക്കൽ കോളേജ് നിലവാരത്തിലേക്ക് ഉയർത്തി സാധാരണക്കാരന് ചികിത്സ ലഭ്യമാക്കുവാനുള്ള ഒരു വലിയ ആശാകേന്ദ്രമായി താലൂക്ക് ആശുപത്രിയെ മാറ്റാൻ പറ്റണം. ഇങ്ങനെ സമൂഹത്തിലെ ഏറ്റവും താഴെ കടയിൽ കിടക്കുന്ന പാവപ്പെട്ടവർക്കും അവരുടെ ഉന്നമനമാണ് ഒരു നാടിൻ്റെ വികസനം. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് തിരുവല്ലയെ ഒരു പുതിയ യുഗത്തിലേക്ക് നയിക്കുന്നതിനാണ് ഐക്യ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നതിന്. തിരുവല്ലയിലെ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നൽകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഡെന്നിസ് ടോക്സിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.